നമസ്കാരം. പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ പണിക്കൂലിയിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ ഒരു പവന് മാർക്കറ്റ് വിലയേക്കാൾ 240 രൂപ അധികം ലഭിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വിലയിൽ 30% ഡിസ്കൗണ്ട്. 18 ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% ഡിസ്കൗണ്ട്. ഈ ഓഫർ മാർച്ച് 25 മുതൽ മെയ് 25 വരെ മാത്രം. മൂഴയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മൂഴയിൽ ഷോപ്പിംഗ് കോംപ്ലക്സ്, സുൽത്താൻ ബത്തേരി. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ. കുരുത്തോല പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത വിശ്വാസികൾ ക്രൈസ്തവരുടെ ആയുധം സമാധാനത്തിന്റെ ദണ്ഡാണെന്ന് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം തുടങ്ങി. സമരം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ തൊഴിൽ പ്രശ്നം പരിഹരിക്കും മുൻപ് രാത്രിയിലെത്തി കളക്ടർ ഭൂമി ഏറ്റെടുത്ത നടപടി മര്യാദകേടെന്ന് CITU ജില്ലാ ട്രഷറർ പി ഗഗാറിൻ. തൊഴിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്നും മുന്നറിയിപ്പ്. നാളെ വിഷു. തിരക്കിലമർന്ന് നാടും നഗരവും. പച്ചക്കറി കടകളിലും പടക്ക കടകളിലും വഴിയോര കച്ചവടക്കാർക്ക് മുന്നിലും നല്ല തിരക്ക്. വൈകിട്ടത്തെ മഴ വിപണിയെ സാരമായി ബാധിച്ചു. വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് സഞ്ചാരികളെ വരവേൽക്കാനൊരുങ്ങി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. ദിവസേന ജില്ലയിലെത്തുന്നത് 100 കണക്കിന് വിനോദസഞ്ചാരികൾ. സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞ് സൂചിപ്പാറയും 900 കണ്ടിയും ചെമ്പ്രാമലയും. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് ഓശാന ഞായർ. പീഡാസഹനത്തിനും കുരിശുമരണത്തിനും മുമ്പ് യേശുദേവൻ ജെറുസലേമിലേക്ക് എഴുന്നള്ളിയതിന്റെ ഓർമ്മയിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചു. ജില്ലയിലെ ദേവാലയങ്ങളിൽ ഓശാനയുടെ പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും നടന്നു. കുരുത്തോലയേന്തിയുള്ള പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ ഭക്തിപൂർവ്വം പങ്കുചേർന്നു. യൂതന്മാരുടെ ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങി കുരിശിൽ മരിക്കും മുൻപ് യേശുദേവൻ ജെറുസലേമിലേക്ക് കടന്നു വന്നതിന്റെ ഓർമ്മയിലാണ് ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ അഥവാ കുരുത്തോല പെരുന്നാൾ ആചരിക്കുന്നത്. വിനയാന്വിതനായി കഴുതപ്പുറത്തേറി വന്ന യേശുവിനെ ഒരിവുമരച്ചില്ലകളും ഈന്തപ്പനയോലകളും വഴിയിൽ വിരിച്ച് ഓശാന ഓശാന ദാവീദിന്റെ പുത്രൻ ഓശാന എന്നു പാടിക്കൊണ്ട് ജനം വരവേറ്റതിന്റെ സ്മരണയിൽ ഇന്ന് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും നടന്നു. കുർബാന മധ്യേ വെഞ്ചരിച്ച കുരുത്തോലകൾ വൈദികർ വിശ്വാസികൾക്ക് കൈമാറി. കുരുത്തോലകളേന്തിയ പ്രദക്ഷിണം ദേവാലയ പരിസരങ്ങളിൽ ഇന്നത്തെ പ്രധാന ചടങ്ങായിരുന്നു. ഓശാന ഞായറോടെ വലിയ നോമ്പിന്റെ ഏറ്റവും പ്രാധാന്യമേറിയ വിശുദ്ധ വാരാചരണത്തിലേക്ക് കടക്കുകയാണ് ക്രൈസ്തവർ. യേശുദേവന്റെ കുരിശുമരണവും ഉത്ഥാനവും അനുസ്മരിക്കപ്പെടുന്ന പ്രാധാന്യമേറിയ ദിനങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ദേവാലയങ്ങളും ക്രൈസ്തവ ഭവനങ്ങളും. മലനാട് ന്യൂസ്, അമ്പലവയൽ. ക്രൈസ്തവരുടെ ആയുധം സമാധാനത്തിന്റെ ദണ്ഡാണെന്ന് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം. യുദ്ധം കൊണ്ട് ആരുമൊന്നും നേടിയിട്ടില്ല. ക്രൈസ്തവ സമൂഹത്തിനെതിരെ ചിലർ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മതിയായ തിരിച്ചടി ലഭിക്കുമെന്നും ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം കണിയാരം കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു ബിഷപ്പ്. സമാധാനത്തിന്റെ ചെങ്കോലുമായി കടന്നു ചെല്ലുന്നിടത്ത് സമാധാനമുണ്ടായിട്ടുണ്ട്. സമൂഹത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കാനാണ് ചില ഭരണകർത്താക്കൾ ശ്രമിക്കുന്നത്. ഇതിനെതിരെ ക്രൈസ്തവ സമൂഹം ഒന്നിച്ച് നിലനിൽക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. സമരം കൊണ്ട് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല. സമാധാനത്തിന്റെ ഭരണകർത്താക്കളായി രാഷ്ട്രീയ നേതൃത്വം മാറണമെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. ഈശോയുടെ കൂടെ പുറകെ പോയ ആളുകള് കയ്യിൽ പിടിച്ച ആ ഒലിവിൻ കമ്പുകളുണ്ട്. ഈ കമ്പുകള് എന്തിന്റെ പ്രതീകമാണ്? ഈ രാജാവിന് തരുന്ന ചെങ്കോലിന്റെ പ്രതീകമാണ്. പക്ഷേ ഈ ചെങ്കോൽ എന്ന് പറയുന്നത് അത് സമാധാനത്തിന്റെ ആയുധമാണ്, യുദ്ധത്തിന്റെ ആയുധമല്ല. ക്രൈസ്തവരുടെ ആയുധം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ആയുധമാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആയുധം കൊണ്ടുള്ള യുദ്ധം,
കച്ചവടം കൊണ്ടുള്ള യുദ്ധം. പക്ഷേ ആരെങ്കിലും ഈ യുദ്ധത്തിൽ നേടുന്നുണ്ടോ? ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇതുവരെയും യുദ്ധം കൊണ്ടാർക്കും ആരെയും രക്ഷപ്പെടുത്താനാണ് കഴിഞ്ഞിട്ടില്ല. സമാധാനത്തിന്റെ ദണ്ട് പരസ്പരം ഉയർത്തിപ്പിടിക്കണമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. യേശുവിനെ കുരിശിലേറ്റുന്നതിനു മുൻപ് ജെറുസലേമിലേക്കുള്ള കഴുതപ്പുറത്തുള്ള യാത്രയിൽ ഒലിവിലകളും മരച്ചിലകളും ഈന്തോലകളും വഴിയിൽ വിരിച്ച് ഓശാന എന്ന് പാടി യേശുവിനെ വരവേറ്റത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവ സമൂഹം ഓശാന ഞായർ ആചരിക്കുന്നത്. ഓശാന ഞായറോടെ ക്രൈസ്തവ സമൂഹം വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു. കണിയാരം കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ സോണി വാഴക്കാട് സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കുരുത്തോല പ്രദക്ഷിണവും നടന്നു. മലനാട് ന്യൂസ്, മാനന്തവാടി. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം തുടങ്ങി. സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ പന്തൽ കെട്ടി സമരം തുടങ്ങി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. തൊഴിൽ പ്രശ്നം പരിഹരിക്കും മുൻപ് രാത്രിയിലെത്തി ജില്ലാ കളക്ടർ ഭൂമി ഏറ്റെടുത്ത നടപടി മര്യാദക്കേടെന്ന് CITU ജില്ലാ ട്രഷറർ P. ഗഗാറിൻ ആരോപിച്ചു. ചർച്ചകൾ പോലും നടത്താതെ ജില്ലാ കളക്ടർ അവധിയെടുത്തുപോയി. തൊഴിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്നും അദ്ദേഹം പറഞ്ഞു. ടൗൺഷിപ്പ് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കും മുൻപ് തൊഴിൽ പ്രശ്നം പരിഹരിക്കാത്ത നടപടിയിൽ പ്രതിഷേധിച്ചാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുന്നത്. പദ്ധതിക്കായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ പന്തൽ കെട്ടി സമരം തുടങ്ങി. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകിയ ഉറപ്പുകളെല്ലാം പാഴായ സാഹചര്യത്തിലാണ് സമരം ആരംഭിക്കുന്നതെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ പറയുന്നു. ടൗൺഷിപ്പ് പദ്ധതിക്ക് തറക്കല്ലിടും മുൻപ് ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ തൊഴിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ കോടതി വിധി വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തൊഴിലാളികളുമായി ഒരു ചർച്ചയും നടത്താതെ അർദ്ധരാത്രിയിൽ ജില്ലാ കളക്ടർ ഭൂമി ഏറ്റെടുക്കുകയായിരുന്നു. എസ്റ്റേറ്റിലെ തൊഴിലാളികൾ എവിടെ പോകണമെന്ന് പോലും പറയാതെയാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചതെന്ന് CITU ജില്ലാ ട്രഷറർ P. ഗഗാറിൻ ആരോപിച്ചു. സാധാരണ ഒരു എസ്റ്റേറ്റിൽ ഒരു തൊഴിലാളിയെ പിരിച്ചുവിടുമ്പോൾ നോട്ടീസ് കൊടുക്കണം. ഒരു എസ്റ്റേറ്റ് പൂട്ടുകയാണെങ്കിൽ ആ തൊഴിലാളികളെ സംബന്ധിച്ച് അവരെ ഒഴിവാക്കണമെങ്കിൽ അതിന് നോട്ടീസ് കൊടുക്കണം. പിരിച്ചുവിടൽ നോട്ടീസ് കൊടുക്കും. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ആ തൊഴിലാളി എവിടെ പോകണമെന്ന് പറഞ്ഞിട്ടില്ല, ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ആ ജോലി ചെയ്യുമ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ എന്ത് ചെയ്യും? അതൊരു പ്രശ്നമാണ്. അത് സംബന്ധിച്ച് വ്യക്തതയുണ്ടാക്കാൻ ഇന്ന് ഈ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. ജില്ലാ കളക്ടറും സ്പെഷ്യൽ ഓഫീസറുമെല്ലാം അവധിയെടുത്ത് പോയിരിക്കുകയാണ്. ശുദ്ധ മര്യാദകേടാണ് തൊഴിലാളികളോട് കാണിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. തൊഴിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ കൃത്യമായിട്ട് സ്പെഷ്യൽ ഓഫീസർ ഈ ചുമതലയേൽക്കുമ്പോൾ ഇവിടെ തൊഴിലാളി ഉണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യണ്ടേ? ആ തൊഴിലാളി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യണ്ടേ? അതിനുള്ള നടപടിക്രമങ്ങൾ നീക്കണ്ടേ? അത് ചെയ്തിട്ടില്ല. അതൊക്കെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയിട്ടുള്ള ഒരു രീതിയാണ് അവർ സ്വീകരിച്ചത്. ഇപ്പോൾ തീർച്ചയായിട്ടും അത് തീർച്ചയായും ഒരു സംശയമില്ല. ഉദ്യോഗസ്ഥന്മാർ അതുകൊണ്ടല്ലേ ഇന്നലെ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ പതുക്കെ ഉത്തരവാദപ്പെട്ടവരൊക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു മാറിയില്ലേ? അത് അവരെ വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കലല്ലേ? CITU, INTUC, STU, HMS തുടങ്ങിയ തൊഴിലാളി സംഘടനകൾ സംയുക്തമായാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. ടൗൺഷിപ്പ് പദ്ധതിക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുത്തതോടെ തൊഴിൽ നഷ്ടപ്പെടുന്നത് മാത്രമല്ല തൊഴിലാളികൾക്ക് ആശങ്ക. വർഷങ്ങളായി താമസിക്കുന്ന എസ്റ്റേറ്റ് പാടികളും ഒഴിയേണ്ട അവസ്ഥയാണ്. തങ്ങളെ കുടിയിറക്കുമ്പോൾ എവിടെ പോയി താമസിക്കുമെന്നാണ് തൊഴിലാളികൾ ചോദിക്കുന്നത്. സ്ഥിതി അത് തന്നെ, ഇറങ്ങാൻ മാർഗമില്ല. മക്കളുണ്ടായിട്ട് മക്കളൊക്കെ വേറെ പോയി. പിന്നെ ഇപ്പം ഞാനും തന്തയുള്ളൂ, സുഖമില്ലാത്ത രണ്ടാക്കും. എവിടെ ഇറങ്ങാനാ? എവിടെ ഇറങ്ങിപ്പോകാൻ മാർഗമില്ല. വർഷങ്ങളോളമായി താമസിക്കുന്ന പാടി ഉൾപ്പെടെ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഏറ്റെടുത്തതോടെ ഏത് സമയവും തങ്ങൾ കുടിയിറക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. തൊഴിലാളികൾ താമസിക്കുന്നതുൾപ്പെടെ 12 പാടികളാണ് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലുള്ളത്. സ്വന്തമായി 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്തവരാണ് തങ്ങൾ. ഇറക്കിവിട്ടാൽ എവിടെ പോകുമെന്ന് ഇവർ ചോദിക്കുന്നു. അതാണ് ഈ മഴ പെയ്തൊക്കെ ചോർന്നിട്ട് അങ്ങനെ കിടക്കുക പൊട്ടിയിട്ട്. അതിലാണ് നിൽക്കുന്നത് ഞാൻ. പിന്നെ നമുക്ക് ആരുമില്ല, ഭർത്താവും ഇല്ല. പിന്നെ ഇവർ പാടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ ഇവിടെ ഇറങ്ങി പോകാനാ? നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 വർഷത്തെ സർവീസ് കിട്ടാനുണ്ട്, 4 വർഷത്തെ ബോണസ് കിട്ടാനുണ്ട്, സിക്കിൻ്റെ പൈസ കിട്ടാനുണ്ട്, IASന്റെ
പൈസ കിട്ടാനുണ്ട്. 2 പ്രാവശ്യമായിട്ട് കൂലി കൂടിയിരുന്നു, അതിൻ്റെ പണം കുറേ കിട്ടാനുണ്ട്. പിന്നെ സെറ്റിൽമെൻറ്റ് കിട്ടിയിട്ടില്ല. പിന്നെ ഇതേപോലെ തന്നെ 2014 മുതലുള്ള PF-ൻ്റെ പണം ഇവരടച്ചിട്ടില്ല. അത് അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണം. പുനരധിവാസ പദ്ധതിയോട് ഒരു എതിർപ്പുമില്ല. എന്നാൽ തങ്ങളെ കൂടി പുനരധിവസിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. എസ്റ്റേറ്റിൽ നിന്നും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചാൽ പോലും ഇന്നത്തെ വിലയനുസരിച്ച് പുറമെ ഒരു വീട് കണ്ടെത്താനാകില്ല. അതിനാൽ തന്നെ തങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ടൗൺഷിപ്പ് പദ്ധതിക്കായി നിലമൊരുക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. വിഷുവിന് ശേഷം കൂടുതൽ സന്നാഹങ്ങളുമായി പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ തീരുമാനം. ചൊവ്വാഴ്ച മുതൽ നിർമ്മാണ സാമഗ്രികളും എത്തിത്തുടങ്ങും. ഈ മാസം 22-ന് ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തും. അതിനു മുമ്പ് റവന്യൂ വകുപ്പ് മന്ത്രിയും പദ്ധതി പ്രദേശം സന്ദർശിക്കും. ഒരു ഭാഗത്ത് എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ പ്രതിഷേധം നടക്കുമ്പോഴും ടൗൺഷിപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ നടക്കുന്നുണ്ട്. തേയിലച്ചെടികൾ പിഴുതുമാറ്റി നിലമൊരുക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതാണ്ട് 10 ഏക്കർ സ്ഥലത്ത് ഇതിനോടകം തന്നെ തേയിലച്ചെടികൾ നീക്കം ചെയ്തു കഴിഞ്ഞു. വിഷുവിന് ശേഷം ഹിറ്റാച്ചി അടക്കമുള്ള യന്ത്രങ്ങൾ കൂടുതലായി എത്തിച്ച് പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കും. വീടുകളുടെ ഫൗണ്ടേഷൻ നിർമ്മാണവും ചൊവ്വാഴ്ച ആരംഭിക്കാനാണ് സാധ്യത. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ തൊഴിലാളികളുടെ വൻ സംഘം തന്നെ ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. തൊഴിലാളികൾക്ക് താമസിക്കാനായി സർക്കാർ ഏറ്റെടുത്ത ഫാക്ടറിയാണ് താൽക്കാലികമായി ഉപയോഗപ്പെടുത്തുക. കരിങ്കല്ല് ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളും അടുത്ത ദിവസം തന്നെ എത്തിത്തുടങ്ങും. വീടുകൾ നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് റോഡുകൾ വെട്ടുന്ന പ്രവൃത്തിയും അടുത്ത ദിവസം ആരംഭിക്കും. എസ്റ്റേറ്റ് ഉടമ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന സൂചന ഉള്ളതിനാൽ തന്നെ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം. മലനാട് ന്യൂസ്, കൽപ്പറ്റ. നാളെ വിഷു. തിരക്കിലമർന്ന് നാടും നഗരവും. രാവിലെ മുതൽ തന്നെ നഗരങ്ങളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പച്ചക്കറി കടകളിലും വഴിയോര കച്ചവടക്കാർക്ക് മുന്നിലും പടക്കക്കടകളിലുമെല്ലാം നല്ല തിരക്കായിരുന്നു. വൈകുന്നേരം ഭൂരിഭാഗം സ്ഥലങ്ങളിലും മഴ പെയ്തത് വിപണിയെ സാരമായി ബാധിച്ചു. വിഷു ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. അവസാനവട്ട ഒരുക്കമാണ് ഇന്ന് നഗരങ്ങളിലെല്ലാം കണ്ടത്. രാവിലെ മുതൽ തന്നെ നല്ല തിരക്കായിരുന്നു പ്രധാന നഗരങ്ങളിലെല്ലാം അനുഭവപ്പെട്ടത്. പച്ചക്കറി കടകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും പടക്കശാലകളിലും വസ്ത്രശാലകളിലുമെല്ലാം നല്ല തിരക്കായിരുന്നു. വഴിയോര കച്ചവടക്കാർക്ക് മുൻപിലും തിരക്ക് അനുഭവപ്പെട്ടു. രാവിലെ കുഴപ്പമില്ല, നല്ല തിരക്കായിരുന്നു. ഉച്ചയ്ക്ക് മഴ പെയ്തുകൊണ്ട് മാത്രം ഒരു കച്ചവടത്തിന് വിഷയം വന്നു. ഇപ്പോൾ നല്ല രസമാണ്. കണിവണ്ടിയായിട്ടും മാങ്ങയായിട്ടും മുരിങ്ങയായിട്ടും ക്യാറ്റായിട്ടും കണിയൊരുക്കാനുള്ള കണിക്കൊന്നയും കണിവെള്ളരിയും തുടങ്ങി സദ്യക്കുള്ള പച്ചക്കറികൾ വരെ വാങ്ങാനുള്ള തിരക്കായിരുന്നു എല്ലായിടത്തും. നഗരങ്ങളിൽ വാഹനത്തിരക്കും രൂക്ഷമായി അനുഭവപ്പെട്ടു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ പെയ്തത് വിഷു വിപണിയെ സാരമായി ബാധിച്ചു. വിലക്കയറ്റം തന്നെയാണ് ഇത്തവണയും വിപണിയിൽ വില്ലനായത്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിലും കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. അപ്പോൾ വീണ്ടും ഇനി അടുത്തൊരു സാമ്പത്തിക വർഷത്തിലേക്കുള്ള ചുവടുവെപ്പായിട്ടാണ് ഇതിനെ കാണുന്നത്. ഒരു കാർഷിക ഉത്സവമാണ് വിഷു. പിന്നെ വിഷുവായിട്ട് പിന്നെ കുട്ടികൾ പടക്കം പൊട്ടിക്കുക, സദ്യ ഒരുക്കുക, മറ്റു കാര്യങ്ങളൊക്കെ അത് വിഷുവിൻ്റെ ഭാഗമായിട്ട് കണിയൊക്കെ കണ്ടതിന് ശേഷം ക്ഷേത്രത്തിൽ പോവുക, ഇത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ വിഷു ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഉച്ചയോടുകൂടി വിഭവം സമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും പിരിച്ചു പോകും. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമായ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. വിഷുക്കണിയൊരുക്കുന്ന കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനെല്ലി ക്ഷേത്രം. ക്ഷേത്രം തന്ത്രി തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആഘോഷങ്ങൾ നടന്നത്. നാളെ രാവിലെ 5 മണിക്കാണ് വിഷുക്കണി ദർശനം. 7 മണിവരെ വിഷുക്കണി ദർശനത്തിന് ഭക്തർക്ക് അവസരമുണ്ടാകും. മേൽശാന്തി EN കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് കണി ദർശനത്തിന് ശേഷം വിഷു കൈനീട്ടവും നൽകും.
തമിഴ്നാട് കർണാടക അതിർത്തി ജില്ലയായ കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി ഭക്തർ വിഷുക്കണി ദർശനത്തിനായി തിരുനെല്ലിയിൽ എത്തിയിട്ടുണ്ട്. ദർശനത്തിന് എത്തുന്ന ഭക്തർക്ക് വേണ്ടി വിപുലമായ ഒരുക്കമാണ് ദേവസ്വം ഒരുക്കിയിരിക്കുന്നത്. ഒരു ബാഹുല്യം തന്നെയാണ് ഈ വർഷത്തെ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ വളരെ കാലത്തിന് ശേഷം ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രകലയായ കഥകളി നടത്തപ്പെട്ടു. ഭക്തജനങ്ങളെ ഈ കഥകളിയെയും നല്ല രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. നാളത്തെ വിഷു ഉത്സവ കണിയോടുകൂടി അതുപോലെ തന്നെ അതിനുശേഷമുള്ള ഭക്തിസാന്ദ്രമായ എഴുന്നള്ളിപ്പും തുടർന്നുള്ള അന്നദാനത്തിലേക്കും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. വൈകിട്ട് 9 മണിക്ക് രഞ്ജു ചാലക്കുടി അവതരിപ്പിക്കുന്ന ഗാനമേള, തുടർന്ന് നൃത്തസന്ധ്യ, തുടർന്ന് രാത്രി 1 മണിക്ക് തിരുവനന്തപുരം ബ്രഹ്മപുത്രയുടെ നൃത്ത സംഗീത നാടകം, ശ്രീ മഹാഭാരതം നാടകം എന്നിവയും നടക്കും. രാത്രി 12 മണിയോടെ തിരുനെല്ലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പ്രാക്തന ഗോത്രവർഗക്കാരുടെ കോൽക്കളി സംഘവും ക്ഷേത്രത്തിലെത്തും. മലനാട് ന്യൂസ്, മാനന്തവാടി. വിഷുവിനെ വരവേൽക്കാൻ കണി വിഭവങ്ങളുമായി മാനന്തവാടിയിലെ വിപണന കേന്ദ്രങ്ങൾ സജീവം. കഴിഞ്ഞ വർഷത്തേക്കാൾ വിപണി സജീവമെന്ന് കച്ചവടക്കാർ. തളിക, വിളക്ക്, കണിയൊരുക്കാനുള്ള പീഠം, കൃഷ്ണനെ ഉടുപ്പിക്കാനുള്ള ഉടയാട, കിരീടം, ഓടക്കുഴൽ, മയിൽപീലി, കിണ്ടി തുടങ്ങി കണിയൊരുക്കാനുള്ള സാമഗ്രികളുമായാണ് മാനന്തവാടിയിൽ വിപണി സജീവമാകുന്നത്. കൊന്നപ്പൂക്കളുടെ കുറവ് നികത്താൻ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ വിപണന കേന്ദ്രങ്ങളിൽ സുലഭമാണ്. വിഷുക്കണി ഒരുക്കാൻ ഒറിജിനൽ കൊന്നപ്പൂക്കൾ വേണമെന്ന നിർബന്ധമൊന്നും ആളുകൾക്കില്ല. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ വിപണനത്തിനൊരുക്കിയിരിക്കുന്നത്. വിഷു വിപണി ലക്ഷ്യമാക്കി കാസർഗോഡ് നിന്നാണ് ഇവ എത്തിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപേ വിഷുക്കണി ഒരുക്കുന്നതിനാവശ്യമായ സാമഗ്രികളെല്ലാം കടകളിൽ എത്തിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വിപണി കൂടുതൽ സജീവമായത്. കഴിഞ്ഞ വർഷത്തെക്കാളും വിലക്കുറവിലാണ് സാധനങ്ങൾ വിൽക്കുന്നതെന്നാണ് കച്ചവടക്കാരും പറയുന്നത്. സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കത്തിലാണ് ഈ കാലഘട്ടം കടന്നു പോകുന്നത്. എന്നിട്ട് പോലും ഞങ്ങൾ വില കുറച്ചാണ് ഈ കടയിൽ എല്ലാ സാധനങ്ങളും, ഈ പൂജാദ്രവ്യങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ വില കുറച്ച് കൊടുക്കുന്നുണ്ട്. ഈ കൃഷ്ണ വിഗ്രഹത്തിന് 150 രൂപ 200 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 300 രൂപയ്ക്കാണ് മിക്ക സാധനങ്ങളാണ്. ഇത് വളരെ വില കുറച്ച് ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. മികച്ച രീതിയിലുള്ള കച്ചവടം ഈ വർഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മാനന്തവാടിയിലെ കച്ചവടക്കാർ. മലനാട് ന്യൂസ്, മാനന്തവാടി. വിഷുക്കണിയൊരുക്കാൻ മാനന്തവാടിയിൽ കൃഷ്ണ വിഗ്രഹങ്ങളുടെ വിപണിയും സജീവം. കാസർഗോഡ്, പാലക്കാട്, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് വിഗ്രഹങ്ങൾ വിപണിയിലെത്തിക്കുന്നത്. വിഷുക്കണി ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് മാനന്തവാടിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷ്ണ വിഗ്രഹവുമായി കച്ചവടക്കാരെത്തിയിരിക്കുന്നത്. പല നിറത്തിലും വലിപ്പത്തിലും രൂപത്തിലുമുള്ള വിഗ്രഹങ്ങളാണ് വിപണനത്തിനുള്ളത്. 200, 250, 300, 350 എന്ന നിരക്കിലാണ് വിഗ്രഹങ്ങൾ വിറ്റഴിക്കുന്നത്. ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണന്റെ വിവിധ ഭാവങ്ങളിലുള്ള വിഗ്രഹങ്ങളാണ് വിൽപ്പനയ്ക്കായി ഒരുക്കി വച്ചിരിക്കുന്നവയിലേറെയും. എല്ലാ വർഷവും വിഷുവിനോടനുബന്ധിച്ച് കാസർഗോഡ്, പാലക്കാട്, മൈസൂർ ഭാഗങ്ങളിൽ നിന്നാണ് വിഗ്രഹങ്ങൾ എത്തിക്കുന്നത്. പ്ലാസ്റ്റിക് ഓഫ് പാരീസും വൈറ്റ് സിമന്റും ഉപയോഗിച്ച വിവിധതരം അച്ചുകളിലാണ് ഇവ വാർത്തെടുക്കുന്നത്. തുടർന്ന് പോളിഷ് ചെയ്ത് പെയിന്റ് അടിച്ചാണ് വിപണിയിലെത്തിക്കുക. വിഷു വിപണി ലക്ഷ്യമാക്കി മാസങ്ങൾക്ക് മുൻപേ വിഗ്രഹങ്ങളുടെ നിർമ്മാണം ആരംഭിക്കും. ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വിഗ്രഹങ്ങൾ വിറ്റുപോയെന്ന് കച്ചവടക്കാർ പറയുന്നു. പല സൈസിലുണ്ട്. പിന്നെ വിഷുവായിട്ടാണ് കൊണ്ടുവരുന്നത്. പല വർണ്ണത്തിലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നീലയും മഞ്ഞയും നിറത്തിലുള്ള വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാരേറെയും. ഈ ദിവസങ്ങളിൽ വിപണി കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. മലനാട് ന്യൂസ്, മാനന്തവാടി. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ ദിവസവും കേന്ദ്രങ്ങളിലെത്തുന്നത്. സൂചിപ്പാറയും 900 കണ്ടിയും ചെമ്പ്രമലയുമെല്ലാം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു. അവധി ആഘോഷിക്കാൻ എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയാണ്. കഴിഞ്ഞ വർഷങ്ങൾ പോലെ ഇത്തവണയും നിരവധി വിനോദസഞ്ചാരികളാണ് മേപ്പാടിയിലെ കേന്ദ്രങ്ങളിൽ എത്തുന്നത്. ദുരന്തത്തിനു ശേഷം തകർന്ന മേഖലയെ ടൂറിസത്തിലൂടെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഇത്തവണയും വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തുനിൽക്കുന്നത്.
ടൂറിസം മേഖല കൂടുതൽ സജീവമാകുമ്പോൾ തങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് ഓരോരുത്തരുടെയും പ്രതീക്ഷ. ഈസ്റ്റർ അടിച്ചു പൊളിക്കാൻ വേണ്ടി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ മുണ്ടക്കൈ ചൂരമല ഉരുൾപൊട്ടലിന് ശേഷം ടൂറിസം മേഖലയാകെ തകർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഈ കാണുന്ന ജനപ്രവാഹം എന്ന് പറയുന്നത് ഈ മേഖലയ്ക്ക് മൊത്തത്തിൽ ഒരു ഉണർവ് നൽകിക്കൊണ്ട് ഇരിക്കുകയാണ്. ഈ പറഞ്ഞ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം ഈ വിനോദസഞ്ചാരികളെ കൊണ്ട് നിറയുകയാണ്. അത് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾക്കും ബന്ധപ്പെട്ട് വയനാട് ജില്ലയ്ക്കാകെ തന്നെ മൊത്തത്തിൽ ഒരു ഉണർവേകും ഈ ആഘോഷ ദിനങ്ങളെന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വ്യാപാര മേഖലയും ഇത്തവണ വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഓരോ ദിവസവും വർധനവ് ഉണ്ടാവുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് വ്യാപാരികൾ കാത്തുനിൽക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ ഒരുക്കങ്ങളാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. മലനാട് ന്യൂസ്, മേപ്പാടി. വിഷു ആഘോഷത്തിനുള്ള ഒരുക്കം ജില്ലയിൽ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് വിനോദസഞ്ചാരികളുടെ ഒഴുക്കും. തിരക്കിലമർന്ന ജില്ലയിലെ റോഡുകൾ. ഇന്ന് നട്ടുച്ചയ്ക്കടക്കം മീനങ്ങാടിയിൽ അനുഭവപ്പെട്ടത് വൻ ഗതാഗത കുരുക്ക്. ഏപ്രിൽ ആദ്യം മധ്യവേനലവധിയും ചെറിയ പെരുന്നാളും ഒന്നിച്ചെത്തിയതോടെ തുടങ്ങിയതാണ് ജില്ലയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക്. ടൂറിസ്റ്റുകളുമായി ദിവസവും ഇപ്പോൾ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ചുരം കയറിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ചുരം മുതൽ ജില്ലയിലെ റോഡുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിഷുവിന് സാധനങ്ങൾ വാങ്ങുന്നതിനായി നാട്ടുകാരും റോഡിലിറങ്ങിയതോടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. രാവിലെയും വൈകുന്നേരങ്ങളിലും റോഡുകളിൽ വാഹനങ്ങളുടെ നീണ്ട നിര ഇപ്പോൾ പതിവാണ്. ടൗണുകളിൽ പോലീസ് ഏറെ പാടുപെട്ടാണ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. നാളെ വിഷു ആഘോഷം കൂടി കഴിയുന്നതോടെ സഞ്ചാരികൾ ഇനിയും കൂടുതലായെത്തും. ദേശീയപാത വികസനത്തോടൊപ്പം ജില്ലയിലെ പ്രധാന ടൗണുകളിൽ ബൈപ്പാസ് നിർമ്മിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ്. മലനാട് ന്യൂസ്, മീനങ്ങാടി. സംസ്ഥാനത്ത് ആദ്യമായി സഞ്ചാരികൾക്കായി രാത്രികാല അഡ്വഞ്ചർ ടൂറിസവുമായി KSRTC. ടൂറിസം ബഡ്ജറ്റ് സെല്ലിന്റെ നേതൃത്വത്തിൽ ചീങ്ങേരിമലയിലേക്കാണ് നൈറ്റ് ഹിൽ ട്രക്കിംഗ് സഞ്ചാരികൾക്കായി ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിയമാനുസൃതം നടത്താവുന്ന ആദ്യത്തെ നൈറ്റ് ഹിൽ ട്രക്കിംഗ് സ്ഥലം കൂടിയാണ് ചീങ്ങേരിമല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് വയനാട് ഫെസ്റ്റിനെയും ടൂറിസത്തെയും പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലുമായി സഹകരിച്ച് നൈറ്റ് ഹിൽ ട്രക്കിംഗിലെ ട്രയൽ റണ്ണിൽ പങ്കെടുത്തത്. ചീങ്ങേരിമലയുടെ അടിവാരത്തിൽ നിന്നും 3460 അടി ഉയരത്തിൽ മലയുടെ ഏറ്റവും മുകളിലെത്തിയും കാരാപ്പുഴയുടെ പശ്ചാത്തലത്തിൽ സൂര്യാസ്തമയം കണ്ടുമായിരുന്നു യാത്ര. സുഖകരമായ കാലാവസ്ഥയ്ക്കൊപ്പം മണിക്കൂറുകളോളം ചെലവഴിച്ച് വയനാടിൻ്റെ പ്രകൃതി ഭംഗി പൂർണ്ണമായി ആസ്വദിക്കാനും ഇവിടെ നിന്ന് സഞ്ചാരികൾക്ക് കഴിയും. കേരളത്തിൽ നിയമാനുസൃതം നടത്താവുന്ന ആദ്യത്തെ നൈറ്റ് ഹിൽ ട്രക്കിംഗ് സ്ഥലമാണ് ചീങ്ങേരിമല. ഇവിടേക്ക് KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിലൂടെ മാത്രമേ നൈറ്റ് ഹിൽ ട്രക്കിങ്ങിന് ടിക്കറ്റ് ലഭ്യമാകുള്ളൂ എന്ന് സോണൽ കോർഡിനേറ്റർ CD വർഗീസ് പറഞ്ഞു. KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ ഒരു പുതിയ ചരിത്രം തുടങ്ങുകയാണ്. കേരളത്തിലെ ആദ്യത്തെ രാത്രികാല ഹിൽ ട്രക്കിംഗ് വയനാട് ജില്ലയിലെ ചീങ്ങേരിമലയിൽ DTPCയുമായി ചേർന്നുകൊണ്ട് തുടക്കം കുറിക്കുകയാണ്. നിലവിൽ KSRTCയിലൂടെ മാത്രമേ ഈ ടിക്കറ്റുകൾ ലഭ്യമാവുകയുള്ളൂ. സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഏവർക്കും ഒരു പുത്തൻ അനുഭവമാണ്. വയനാടിൻ്റെ 360 ഡിഗ്രിയിലുള്ള മനോഹാരിത ആസ്വദിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം ചീങ്ങേരിമലയിലെ ട്രക്കിംഗ് ആണ്. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി ഡിപ്പോകളിൽ നിന്നാണ് നൈറ്റ് ഹിൽ ട്രക്കിംഗ് യാത്ര ആരംഭിക്കുക. മലനാട് ന്യൂസ്, ബത്തേരി. മലനാട് ന്യൂസ് ഇംപാക്ട്. കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും ഭീഷണിയായിരുന്ന തേനീച്ചക്കൂട് നീക്കം ചെയ്തു. ഇന്നലെ രാത്രിയിലാണ് സന്നദ്ധ പ്രവർത്തകരുടെയും ഫയർഫോഴ്സിന്റെയും സഹായത്തോടെ തേനീച്ചക്കൂട് നീക്കം ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് മലനാട് ചാനൽ ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയത്. കൽപ്പറ്റ ജനറൽ ആശുപത്രി കെട്ടിടത്തിലെ തേനീച്ചക്കൂട് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശുപത്രി ജീവനക്കാർക്കും ഒരുപോലെ ഭീഷണിയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച വാർത്ത മലനാട് ചാനൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് തേനീച്ചക്കൂട് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചത്. അത്യാഹിത വിഭാഗത്തിന് സമീപത്തെ 3ാം നിലയിലെ റൂഫിലായിരുന്നു തേനീച്ച കൂടൊരുക്കിയത്. ആശുപത്രിയിൽ രോഗികൾ ഉള്ളപ്പോൾ എങ്ങനെ തേനീച്ചക്കൂട് നീക്കം ചെയ്യുമെന്ന ആശങ്കയായിരുന്നു അധികൃതർക്ക്. തുടർന്നാണ് ഫയർഫോഴ്സിന്റെ കൂടി സഹായം തേടിയത്. ഫയർഫോഴ്സിന്റെ വലിയ കോണി ഉപയോഗപ്പെടുത്തി സന്നദ്ധ പ്രവർത്തകനായ താഹിർ പിണങ്ങോടിന്റെ നേതൃത്വത്തിലാണ് തേനീച്ചക്കൂട് നീക്കം ചെയ്തത്. ലാഡറും കാര്യങ്ങളൊക്കെ വേണം. ആ ലാഡർ നമ്മുടെ കയ്യിലില്ലായിരുന്നു. അങ്ങനെ ഫയർഫോഴ്സിൻ്റെ സഹായം തേടി അവർ വലിയ ലാഡർ കൊണ്ടുവന്നു. അവർ നമ്മളെ വളരെയധികം സഹായിച്ചു. പിന്നെ ഡോക്ടറിൻ്റെ ഷെരീഫ് വഴിയാണ് അതിൽ മുൻഗണന ചെയ്തത്. തേനീച്ചകളെ നീക്കം ചെയ്തതോടെ ആശ്വാസമായെന്ന് രോഗികളും ജീവനക്കാരും പറയുന്നു.
മലനാട് ന്യൂസ്, കൽപ്പറ്റ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന് 70,160 രൂപ, വെള്ളി ഗ്രാമിന് 110 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഓശാന ഞായർ. കുരുത്തോല പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത വിശ്വാസികൾ. ക്രൈസ്തവരുടെ ആയുധം സമാധാനത്തിന്റെ ദണ്ഡാണെന്ന് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടം. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം തുടങ്ങി. സമരം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിൽ തൊഴിൽ പ്രശ്നം പരിഹരിക്കും മുൻപ് രാത്രിയിലെത്തി കളക്ടർ ഭൂമി ഏറ്റെടുത്ത നടപടി മര്യാദകേടെന്ന CITU ജില്ലാ ട്രഷറർ പി ഗഗാറിൻ. തൊഴിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്നും മുന്നറിയിപ്പ്. നാളെ വിഷു. തിരക്കിലമർന്ന് നാടും നഗരവും. പച്ചക്കറി കടകളിലും പടക്ക കടകളിലും വഴിയോര കച്ചവടക്കാർക്ക് മുന്നിലും നല്ല തിരക്ക്. വൈകിട്ടത്തെ മഴ വിപണിയെ സാരമായി ബാധിച്ചു. വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് സഞ്ചാരികളെ വരവേൽക്കാനൊരുങ്ങി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. ദിവസേന ജില്ലയിലെത്തുന്നത് 100 കണക്കിന് വിനോദസഞ്ചാരികൾ. സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞ് സൂചിപ്പാറയും 900 കണ്ടിയും ചെമ്പ്രാമലയും. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു.